ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്ന് പുരികം നല്ല കട്ടിയോടെ വളരാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്പായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടത് വെളിച്ചെണ്ണയാണ്, കോക്കനട്ട് ഓയിൽ വേണം, പിന്നെ ഇത് കാസ്റ്റർ ഓയിലാണ്, നമ്മുടെ ആവണക്കെണ്ണ, പിന്നെ വേണ്ടത് കുറച്ച് ചെറിയുള്ളിയാണ്. ഇനി നമുക്ക് ചെറിയുള്ളി നന്നായിട്ടൊന്ന് തോലൊക്കെ കളഞ്ഞിട്ട് വൃത്തിയാക്കി എടുക്കണം. നമുക്കൊരു 2-3 ചെറിയുള്ളി ആവശ്യമുള്ളൂ. ഇത്രയും എടുത്താൽ തന്നെ നമുക്ക് ഒരാഴ്ചത്തേക്ക് 2 ആഴ്ചത്തേക്ക് യൂസ് ചെയ്യാനുള്ള ഒരു മിക്സ് നമുക്ക് റെഡിയായി കിട്ടും. ഇതുപോലെ 2-3 ചെറിയുള്ളി എടുത്ത് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കണം. നമുക്കറിയാം ചെറിയുള്ളി മുടി വളരാനൊക്കെ നല്ലതാണെന്ന്. അപ്പോൾ ഇത് ആവണക്കെണ്ണയുടെ കൂടെ മിക്സ് ചെയ്ത് തേക്കുമ്പോൾ പുരികം നല്ല കട്ടിയോടെ തന്നെ വളരും, നല്ല ബ്ലാക്ക് കളറായിട്ട് വളരും. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇടിച്ചെടുത്താൽ മതി. മിക്സിയുടെ ജാറിലൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് ഇടിച്ചിട്ട് ഇതിൻ്റെ നീര് നമുക്ക് പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിക്കണം. നന്നായിട്ട് ഇടിച്ചെടുക്കണം. അപ്പോഴാണ് ഇതിൻ്റെ നീര് നന്നായിട്ട് നമുക്ക് പിഴിഞ്ഞെടുക്കാൻ കിട്ടുള്ളൂ. ഒരു 3 ചെറിയുള്ളി എടുത്തപ്പോൾ തന്നെ ഇത്രയും ജ്യൂസ് ഇതിൻ്റെ അകത്തു നിന്ന് കിട്ടി. അപ്പോൾ ഇതേ ആവശ്യമുള്ളൂ. പിന്നെ ഇതിലേക്ക് നമുക്ക് കാസ്റ്റർ ഓയിൽ മിക്സ് ചെയ്യാം. ആവണക്കെണ്ണ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് സ്പൂണ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് കുറച്ച് സമയം എടുക്കും കേട്ടോ. കുറേ സമയം നന്നായിട്ട് ഇതൊന്ന് സ്പൂണ് വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ നല്ല കട്ടിയായിട്ട് വരും. എന്നിട്ട് ഇതിനൊരു വാസലിൻ്റെ ഒക്കെ ഒരു രീതിയിലേക്ക് വരും കേട്ടോ, നല്ല കട്ടിയായിട്ട് വരും. അപ്പോൾ അതുവരെ നമ്മൾ ഇതുപോലെ സ്പൂണ് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. എന്നിട്ട് പിന്നെ ഇത് നമ്മൾ യൂസ് ചെയ്യേണ്ടത് കോട്ടൺ വെച്ചിട്ടോ കൈ വെച്ചിട്ടോ യൂസ് ചെയ്യുന്നതിലും നല്ലത് ഒരു ചെറിയുള്ളി കട്ട് ചെയ്തിട്ട് ഇത് അതിൽ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് തേച്ച് കൊടുത്താൽ മതി പുരികത്തിൽ. രാത്രി ഉറങ്ങുന്നതിന് മുൻപ് തേച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ കുറേ സമയം പുരികത്തിൽ അങ്ങനെ കിടക്കുമല്ലോ. രാവിലെ എന്തായാലും നമ്മൾ ഫേസ് വാഷ് ചെയ്യും, ആ സമയത്ത് കഴുകി കളഞ്ഞാൽ മതി. ഇനി നിങ്ങൾക്ക് പകൽ സമയത്താണ് സമയമുള്ളതെങ്കിൽ അങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.